വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സേമിയ റോസ് മിൽക്ക് പുഡിംഗ് ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 1 കപ്പ് വറുത്ത സേമിയ എടുക്കാം. വറുത്തതല്ലെങ്കിൽ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ സേമിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലോർ മിശ്രിതം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച സേമിയ ചേർത്ത് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് ലെവൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കാം. ബൗളിൽ 5 ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞു. ചൈനാഗ്രാസ് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. 1 തേങ്ങയിൽ നിന്നെടുത്ത 2 കപ്പ് ഒന്നാം പാലാണിത്. 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ്. പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചൈനാഗ്രാസ് ചേർക്കാം. ഇനി നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ചൈനാഗ്രാസ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പൊ പഞ്ചസാര നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും ഇതിൽ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 തേങ്ങയിൽ നിന്നെടുത്ത് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച സേമിയയുടെ മുകളിലേക്ക് റോസ് മിൽക്ക് ഒഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ സെറ്റാക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. 2 ലെയറും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.